ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളിതാ പെരുന്നാൾ നിസ്കാരത്തിന് പോവാണ്. ഇസുവിനെ കൊണ്ടുപോകണില്ല, ഇസുവിനെ മാർത്താക്കിക്കാണ്. ഓന് ചിലപ്പോൾ നിസ്കാരത്തിൻ്റെ ഇടയിൽ അടങ്ങി നിൽക്കൂല. അപ്പോൾ ഓനില്ലാതെ ഞങ്ങൾ പോവാണ്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പറ്റുകയാണെങ്കിൽ കാട്ടിത്തരാം. ചോട്ടുണ്ട് لا إله إلا الله والله أكبر الله أكبر ولله الحمد كلكم من آدم وآدم من تراب وليس للعرب فضل على الأجم وللأجم وعلى العرب فضل إلا بتقوى الله ഒരറബിക്ക് അനറബിക്കാരോ അനറബിക്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ആകുന്നു വലിയവൻ, അവനാകുന്നു വലിയവൻ, അവനാകുന്നു ഏറ്റവും വലിയവൻ. ജീവിതം നമ്മൾ കാഴ്ചവെക്കേണ്ടതുണ്ട്. രണ്ടാമത് എല്ലാവരും നാളെ നിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടുന്ന ആ മഹത്തായ സംഗമത്തിൽ ഞങ്ങൾ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എല്ലാവരും ഉണ്ട്. കന്നാളെടുത്ത് കൂടി പോണു, മോരിയാളെടുത്ത് കൂടിയൊക്കെ പോണു. അപ്പം ഞങ്ങൾ നിന്ന് നോക്കിയിരുന്നു. പിന്നെ ഖബറിങ്ങൾക്ക് പോകുന്നുണ്ട്, ജംഷേഖ് ഖബറിങ്ങൾക്ക് പോയി. അപ്പോൾ അതാ ഞങ്ങൾ പള്ളിക്ക് പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം എത്തിയിട്ട് ഇപ്പോൾ ഇവിടെ ആക്കി കിടന്ന വീട്ടിൽ ബിരിയാണി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ പോകുന്നത് ഇവിടെ മുന്നത്തെ അമ്മായി ചെല്ലാമനോട് പോവാണ്. വന്നിട്ട് എനിക്കൊരു വർക്ക് കൊണ്ടേ കൊടുക്കാണ്ട് അത് കൊണ്ടേ കൊടുക്കും വേണം. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോട്ടെ. ഇവിടെ വന്നപ്പോൾ പിന്നെ അമ്മായി നല്ല ചിക്കൻ ബിരിയാണി, ചിക്കൻ പൊരിച്ചതും പപ്പടവും തൈരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ബീഫ് കൊണ്ട് ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല, മക്കളൊന്നും ബീഫ് കൂട്ടില്ല. പിന്നെ അവർ ഞങ്ങൾ കുറേ ടൈമായി വിളിക്കണം, അപ്പോൾ ഓരോ കഴിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഇന്ന് വർക്ക് എത്തിക്കാണ്ടായിരുന്നു. ബർത്ത്ഡേ ഗിഫ്റ്റാണ്, അത് തന്നെ കൊടുക്കണ്ടേ. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി ഞാൻ സെറ്റ് ചെയ്ത് വെക്കിയിരുന്നു. വേഗം ഫ്രെയിമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പെരുന്നാൾ ഒന്നാമത്തെ ട്രിപ്പ് ഇങ്ങനെ സ്റ്റാർട്ടിങ് ആണ്. കുടിക്ക് പോവാണ്. ഇതാ വീട്ടിൽ ചെന്നപ്പോൾ ഉമ്മ ചിക്കൻ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് അപ്പം ഞങ്ങൾ കഴിച്ചില്ല, വർക്കൊക്കെ കൊണ്ടുപോയി വന്നിട്ടാണ് ജംഷേഖിനെ ചോറ് കൊടുത്തത്. ഞാനും കഴിച്ചു. പിന്നെ വൈകുന്നേരം ഞങ്ങൾ ആ പാടത്തുകൂടെയൊക്കെ പോകാറുണ്ട്. ഞങ്ങളിതാ മൂത്തമ്മാൻ്റെയും മൂത്താപ്പാൻ്റെ ഒക്കെ അടുത്തേക്ക് പോകാൻ റെഡി ആയിക്കാണ്. ഇതാ ഞങ്ങളുടെ സാപ്പു പോവാൻ വൈകി. ഇപ്പോൾ വൈകുന്നേരം ആയിക്കണു. ഇനി മൂത്തമ്മാനടുത്തും മൂത്താപ്പാനടുത്തും മാത്രമേ പോണത്. അപ്പോൾ അവിടെ പോട്ടെ. പെരുന്നാളായിട്ട് വേറെ എവിടേക്കും പോയിട്ടൊന്നുമില്ല. എന്തായാലും അവിടെ രണ്ടിടത്തും പോയി ആട്ടി ഞങ്ങൾ. പെരുന്നാളത്തേക്ക് നല്ലോണം ഉണ്ട് റോട്ടിൽ കൂടി. ഇതിൽ ട്രെയിൻ അടവ് വന്നിരുന്നു. അത് പോയിട്ട് കുറച്ച് ടൈമായി ട്രെയിന്. പക്ഷെ തിരക്കുണ്ട്, ഇവിടുന്ന് വിട്ടു പോകണില്ല. പെരുന്നാൾക്ക് എല്ലാവരും വിരുന്ന് പോകും. ഞങ്ങളിതാ ആപ്പാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആപ്പാൻ്റെ അടുത്ത് പോന്നപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കോട്ടൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് വീട്ടിൽ നിന്ന് തന്നെ. അപ്പോൾ കോട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അങ്ങനെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളെ കണ്ടേക്കും മാമ ചോറ് വിളമ്പുന്നുണ്ട്. ചോറൊക്കെ വെച്ചിട്ട് അല്ലേ. പെരുന്നാളായാൽ പിന്നെ ഫുള്ള് തീറ്റ തന്നെയല്ലേ. എവിടെ പോയാലും ലേസേലും ചോറ് തിന്നൂടെ. അപ്പോൾ ഇവിടെ എന്താ നെയ്ച്ചോറും അങ്ങനെ എന്തൊക്കെ തോന്നുന്നുണ്ട്. നമ്മളെടുക്കുന്നു ചെന്ന് നോക്കാം. മാമ അച്ഛ മന്തിയാണോ സാപ്പോ?
ആപ്പാൻ്റെ മോനുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ ചെന്നപ്പോൾ മോന് വേറെ എവിടെയൊക്കെ പോയിരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് ടൈം അവിടെ ഇരുന്ന് അങ്ങനെ ഞങ്ങൾ പോന്നു. മോന് മക്കളുമായിട്ട് കളിച്ച് ആപ്പ. പിന്നെ ഞങ്ങൾ അങ്ങനെ മൂത്തമ്മാനെ കണ്ട് മൂത്തമ്മാരിൽ കുറച്ച് ഇരുന്ന് ഞങ്ങൾ പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നാളെ ഇവിടെ പെരുന്നാൾ.